ഹലോ, എന്ത് വിശേഷം? എന്താ കഥ? സുഖമല്ലേ? കർണാടകയിൽ ഇന്നിപ്പോൾ 6 ദിവസം കഴിഞ്ഞു. ആ മണ്ണിനകത്ത് കിടക്കുന്ന അർജുനൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും, മൊത്തത്തിൽ മലയാളികൾ മാത്രമല്ല, അതിനകത്ത് കുറേ മനുഷ്യർ പോയിട്ടുണ്ട്. ഒരു ചായക്കട നടത്തിയിരുന്ന, ഒരു ഹോട്ടലിൽ ജോലി ചെയ്തിരുന്ന അവരൊരു ഭാര്യ, ഭർത്താവ്, അവർ 2 മക്കൾ, അവിടെ ഭക്ഷണം കഴിക്കാൻ വന്നിരുന്ന മൊത്തം 9 പേരാണ് അതിൽ പോയത്. ഇങ്ങനെ അത് പോയി ഇതിനകത്ത് കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അത് പോയിട്ട് ആ ഒരു മലയാളി എന്നുള്ള ഒരു ഇതുകൊണ്ട് അതിൻ്റെ ഓണർ പോയിട്ട്, ആ ലോറിയുടെ ഓണർ പോയിട്ട് അവരോട് സംസാരിച്ചപ്പോൾ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ അയാളെ പിടിച്ചടിക്കുക, വഴക്ക് പറയുക, ഇതൊക്കെ ചെയ്തു, അനാവശ്യം വിളിക്കുകയൊക്കെ ചെയ്തു. നിങ്ങളൊന്നും മനുഷ്യരല്ലേ? അതോ ഞങ്ങൾ കേരളക്കാർ മാത്രമേ മനുഷ്യരുള്ളൂ? മലയാളികൾ മാത്രമാണോ മനുഷ്യർ? എന്ത് ജന്മങ്ങളല്ലേ അത്! അവരൊരിക്കലും കേരളക്കാരെ അങ്ങോട്ട് അടുപ്പിക്കൊന്നുമില്ലല്ലോ. അത് അടുപ്പിച്ചിരുന്നെങ്കിൽ അവർ കയറി, അവർ ചെക്ക് ചെയ്ത് അതിനകത്ത് എന്തൊക്കെ നമ്മുടെ നാട്ടിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടോ ആ സംഭവിച്ചതിലൊക്കെ ഏറ്റവും കൂടുതൽ കേരളത്തിൽ സംഭവിച്ച സമയങ്ങളിലൊക്കെ കേരളത്തിൽ ഏതൊരു മലയാളി അവരെ കൊണ്ട് കഴിയാവുന്ന സഹായങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും അവരത് ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ മലയാളീസിനൊന്നും അങ്ങോട്ട് അടുപ്പിക്കുന്നില്ലല്ലോ. കേരളക്കാരെ ഒന്നും അങ്ങോട്ട് അടുപ്പിക്കുന്നില്ല, അവർ കൊടുക്കില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ പറയുന്നവൻ്റെ വീട്ടിൽ നിന്ന് ഒന്ന് പോയാലല്ലേ അവർക്ക് ആ വിഷമം ഉണ്ടാവുള്ളൂ. അത് അവരുടെ വീട്ടിൽ നിന്ന് പോകില്ലല്ലോ. കാരണം ഇപ്പം അതിനകത്ത് കിടക്കുന്ന വെറൊരു ലോറി ഡ്രൈവർ, വെറൊരു ഹോട്ടലിൽ ജീവനക്കാർ, അങ്ങനെയല്ലേ, പാവങ്ങളാ. ഒരു മന്ത്രിയുടെ മക്കളോ പോലീസിൻ്റെ മക്കളോ അല്ലെങ്കിൽ വലിയ ഓഫീസർമാരുടെ മക്കളോ അങ്ങനെ ഒന്നും അല്ലല്ലോ. അതുകൊണ്ട് അവർക്ക് അതൊരു ഒരു വേദന ഒന്നുമില്ല. എന്നിട്ട് ഞാനിത് ചെയ്തപ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞു, വിമർശിക്കാൻ എളുപ്പമാവും. വിമർശിക്കുന്നതല്ല കാര്യം, വിമർശിക്കാനേ നമുക്ക് കഴിയുള്ളൂ ഇപ്പോൾ. അല്ലാതെ നമ്മളെന്താ ചെയ്യുക? നമ്മൾ അതും പോയി എന്ന് പറഞ്ഞിട്ട് നമ്മളിരുന്നിട്ട് കൊട്ടിഘോഷിക്കണോ? അതാണോ ചെയ്യേണ്ടത്? എന്തൊക്കെ ആയാലും കേരളം എന്ന് പറയുന്നത് നമ്മളൊരു എന്താ പറയുക, ശരിക്കും നമ്മുടെ ഭൂമിയിലൊരു സ്വർഗം തന്നെയാണ് നമ്മുടെ കേരളം. കാരണം അത്രയും ആളുകൾ തിങ്ങി പാർന്ന അവിടെ ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യാനോ അല്ലെങ്കിൽ പാർട്ടിക്കാരോ അതൊന്നും ഒരു വിഷയമല്ല. നമ്മളെല്ലാവരും മനുഷ്യരെ കണ്ടിട്ടുള്ളത്, അവിടുത്തെ ജനങ്ങളെ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാം ഒറ്റക്കെട്ടായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. ഇവരങ്ങനെയല്ല ചെയ്യുന്നത്. എന്ത് ജന്മങ്ങളാണ് ഇവരൊക്കെ അല്ലേ! വല്ലാത്തൊരു സങ്കടം തന്നെയാണ്. കാരണം നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന ഈ സംഭവിക്കുന്ന ഒരു തമിഴ്നാട്ടിലാണെങ്കിൽ പോലും തമിഴന്മാർക്ക് പോലും കുറച്ച് നമ്മളെക്കാട്ടിലും കുറച്ച് എന്താ പറയുക, കുറച്ച് മനുഷ്യരോടുള്ള മനുഷ്യപ്പറ്റുള്ളവരാ. ഈ കർണാടകർ ഇങ്ങനെ ആയിപ്പോയി? കർണാടകത്തിലുള്ള ആളുകൾ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ആയിപ്പോയി അറിയുന്നില്ല. എന്തോ ഒരു ജന്മങ്ങളല്ലേ! എന്തായാലും എത്രയും പെട്ടെന്ന് ആ പാവത്തിന് അവൻ്റെ ഒരു ജീവനോടെ തന്നെ നമുക്ക് തിരിച്ചു കിട്ടട്ടെ. അവൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവരും പ്രാർത്ഥിക്കാനേ നമുക്ക് പറ്റുള്ളൂ. ഇന്നിപ്പോൾ 98% മണ്ണ് മാറ്റിയിട്ടും കാണാനില്ല എന്നാണ് പറയുന്നത്. കിടക്കുന്ന സ്ഥലങ്ങൾ GPS വെച്ച് നോക്കിയിട്ട് പോലും ആ സംഭവം കിട്ടിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു കുടുംബത്തിൻ്റെ അത്താണിയാണ്. നമുക്കൊക്കെ അറിയാമല്ലോ, നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മുടെ കുടുംബത്തിന് എന്താ ഉണ്ടാവുക? അതൊക്കെ തന്നെ അതേപോലെ തന്നെയല്ലേ ആ ഒരു കുടുംബമല്ലേ. നമുക്ക് നല്ലപോലെ പ്രാർത്ഥിക്കാം. എത്രയും പെട്ടെന്ന് ആളെ തിരിച്ച് കിട്ടട്ടെ. എന്താണ് സംഭവിച്ചതെന്നൊന്നും അറിയില്ലല്ലോ. കാരണം ഒരു ലോകം തന്നെ വന്ന പോലെയാണ്. ഒരു ഏരിയ തന്നെ മണ്ണാണ്ട് ഫുള്ള് മൂടിയിരിക്കുക. അതിന് എവിടെ മാറ്റിയിട്ട് എവിടെ പോയിട്ടാണ് കണ്ടുപിടിക്കാമെന്നൊന്നും അറിയില്ല. എന്തായാലും പഠിച്ചോൻ ഇതായിട്ട് തുണയായിട്ട് എത്രയും പെട്ടെന്ന് ആളെ തിരിച്ച് കിട്ടട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. അല്ലാതെ എന്താ ചെയ്യുക? സംഭവം കാണുമ്പോൾ അങ്ങനെ ന്യൂസൊക്കെ അങ്ങനെ കാണുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട്. എത്രയും പെട്ടെന്ന് ആളെ തിരിച്ചു കിട്ടട്ടെ. ആ കുടുംബത്തിൻ്റെ കാര്യം, ആ കുടുംബത്തിന് ക്ഷമ കൊടുക്കട്ടെ. അല്ലാതെ എന്താ പറയുക?